നമസ്കാരം. ഗവർണർക്ക് അതാ ഒരു പൊൻതൂവൽ കൂടി. കേരള സർക്കാരിന്റെ വക ഈ പൊൻതൂവൽ എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് കേട്ടോ. പല കേസുകളിലായി എത്ര പ്രാവശ്യം കോടതി ഗവർണറെ രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ടും അയാളുടെ അഹങ്കാരം മാറുന്നില്ല എന്ന് തന്നെ പറയാം. കുറെ മാധ്യമങ്ങളെയും കൂട്ടി തെരുവിലിറങ്ങി ഓരോ പട്ടിഷോയും. ഗവർണർ എന്ന് പറഞ്ഞാൽ രാജാവോ ദൈവമോ ആണെന്നാണ് ഇയാളുടെയൊക്കെ വിചാരം. ഗവർണർക്ക് അത്ര അധികാരങ്ങളൊന്നുമില്ലെന്ന് സുപ്രീം കോടതി തന്നെ അതാ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അനുമതി നൽകാതെ പിടിച്ചുവെച്ച് അതിനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കേരള പശ്ചിമ ബംഗാൾ ഗവർണർമാർ 3 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് ഗവർണറെ വെട്ടിലാക്കിയ പുതിയ വമ്പൻമണി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ് എന്നിവരുടെ സെക്രട്ടറിമാർക്കും കേന്ദ്ര സർക്കാരിനുമാണ് വിശദീകരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അങ്ങനെ കേരളത്തിന് ചോദിക്കാനും പറയാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടോ എന്തോ. എന്നാൽ ബോധ്യപ്പെടണം, ഞങ്ങൾക്ക് കോടതി ഉണ്ടെന്ന്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിൻ്റെതാണ് ഈ നടപടി. കേരള ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടയച്ച 7 ബില്ലുകളിൽ 4 ബില്ലുകൾക്ക് അനുമതി കൊടുക്കാത്ത രാഷ്ട്രപതിയുടെ നടപടിയും കേരളത്തിന്റെ ഹർജിയിൽ കോടതി ചോദ്യം ചെയ്തു. ഓരോ പ്രാവശ്യവും സുപ്രീം കോടതി കേസ് പരിഗണിക്കാൻ എടുക്കുമ്പോൾ ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയാണെന്നാണ് ബംഗാൾ സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാരണവും ബോധിപ്പിക്കാതെ ബില്ലുകൾക്ക് അനുമതി കൊടുക്കാത്തത് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദനത്തിന് വിരുദ്ധമാണെന്നും ബംഗാൾ വാദിക്കുകയുണ്ടായി. വിഷയത്തിൽ വ്യവസ്ഥകൾ രൂപീകരിക്കാൻ വേണുഗോപാലിനോടും ഇതേ കേസിൽ തന്നെ പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയോടും കോടതി നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേരളത്തിന് ഹർജിക്കൊപ്പം വ്യവസ്ഥകളും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വേണുഗോപാലും അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർവകലാശാലകളും സഹകരണ സംഘങ്ങളും സംബന്ധിച്ച നിയമങ്ങളിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടതായിരുന്നു രാഷ്ട്രപതി ബ്ലോക്ക് ചെയ്ത ബില്ലുകൾ. യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി നമ്പർ 2, ബിൽ 2021-22, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഭേദഗതി ബിൽ 2022-23, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി ബിൽ 2022, യൂണിവേഴ്സിറ്റി നിയമങ്ങൾ ഭേദഗതി നമ്പർ 3, ബിൽ 2022 എന്നിവയാണ് രാഷ്ട്രപതി പിടിച്ചുവച്ചിരിക്കുന്നത്. മുമ്പ് ഗവർണറുടെ അലസതയെ ചോദ്യം ചെയ്ത് കേരള സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹർജിയിൽ കഴിഞ്ഞ വർഷം നവംബർ 20-നാണ് സുപ്രീം കോടതി നോട്ടീസും അയച്ചത്. അതിനുശേഷമാണ് ഗവർണർ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നത്. VC-മാരുടെ നിയമനം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിക്കും ഇപ്പോൾ സ്റ്റേ ആയിരിക്കുകയാണ്. അതുമാത്രമല്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനായി ചാൻസലർ കൂടിയായ ഗവർണർ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് നടപടിക്കും ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ട്. ഇതിന് വഴിത്തിരിവ് ആയത് സെനറ്റ് പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ജസ്റ്റിസ് AA സിയാദ് റഹ്മാനാണ് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ അനുവദിച്ചത്. കുഫോസ്, കേരള, MG, മലയാളം സർവകലാശാലകളിലെ VC നിയമനത്തിന് ചാൻസലർ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതും നേരത്തെ ഇതേ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഫോസ്, കേരള, MG, മലയാളം സർവകലാശാലകളിലെ VC നിയമനത്തിന് ചാൻസലർ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതും നേരത്തെ ഇതേ ബെഞ്ച് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. 6 സർവകലാശാലകളിലെ VC-മാരെ നിയമിക്കാൻ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് ജൂൺ 28-നാണ് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. UGC-യുടെയും ചാൻസലറുടെയും പ്രതിനിധികൾ മാത്രമാണ് സെർച്ച് കമ്മിറ്റികളിൽ ഉണ്ടായിരുന്നത്.